ഇല്ലേ, അവര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അവരെ പഞ്ഞ കുഴപ്പമില്ലെന്ന്. വാ. അയ്യോ, ഞാനിപ്പോ വീഴും. ഹലോ, നമ്മുടെ അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ ഡ്രസ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എവിടെയാ പോകുന്നതെന്നറിയോ? കൊച്ചി ഷീമാട്ടിയിലാണ്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഷീമാട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്മുക്കുട്ടിയെ എടുക്കാത്തതിലുള്ള സങ്കടം കൊണ്ട് അമ്മുക്കുട്ടി കരയുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അമ്മുക്കുട്ടിയെ എടുത്തോണ്ട് നടക്കാനും വയ്യ. പാറക്കുട്ടിയും അമ്മുക്കുട്ടിയും ഞാനും പപ്പയൊക്കെ കൂടെ ഷീമാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അമ്മുക്കുട്ടി ഷീമാട്ടി കണ്ടപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പൊ അമ്മുക്കുട്ടിയുടെ സങ്കടമൊക്കെ പമ്പ കടന്നു ഗൈസ്. അങ്ങനെ നമ്മള് ഹാപ്പി ആയിട്ട് അമ്മുക്കുട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മൾ നടന്ന് 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 ഷീമാട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പുറത്തെ ഫുഡിന്റെ ഒരു കോർണർ കണ്ടപ്പോഴത്തേക്കിനും പാറക്കുട്ടി പറഞ്ഞു നമുക്ക് ആദ്യം അവിടെ പോയി ഫുഡ് കഴിക്കുക, എന്നിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അമ്മുക്കുട്ടിക്കാണെങ്കിൽ എങ്ങനെങ്കിലും പെട്ടെന്നൊന്ന് ഡ്രസ്സ് എടുത്താൽ മതി എന്നായിരുന്നു. അങ്ങനെ നമ്മളെ ഷീമാട്ടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഷീമാട്ടിയിൽ സൂപ്പർ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 70% ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 1 month ആയിരുന്നു കേട്ടോ. കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ജൂലൈ 31 വരെയാണെന്ന് തോന്നുന്നു. എന്തായാലും കുറേ സെലക്ഷനും ഉണ്ടായിരുന്നു, നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിക്ക് നല്ല ഡ്രസ്സ് കിട്ടി. നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലെത്തിയിട്ടുണ്ട്. അവിടെ ചെന്ന് അമ്മുക്കുട്ടി എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇതുപോലെ കുരിപ്പുകളാണോ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ? ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ കാണിക്കാവേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായി ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ബർത്ത്ഡേയുടെ വ്ളോഗ് ഇങ്ങനെ കുറേ ഷോപ്പിംഗ് വ്ളോഗായിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറ്റുന്ന പോലൊക്കെ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇടാവേ. അങ്ങനത്തെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുന്നുണ്ടോ. പാറക്കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ഇവൾക്ക് എന്താവും ഇത്ര സന്തോഷം. ഷീമാട്ടിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ച് നടന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ സിദ്ധാർത്ഥിനെ കണ്ടത്. ഇതാരാന്നറിയാവോ? നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ളതാണ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബറാണ്. ആലപ്പുഴയിലാണ് സിദ്ധാർത്ഥിന്റെ വീട്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞാൻ സിദ്ധാർത്ഥിന്റെ കൂടെ നിർത്തി നമ്മുടെ അമ്മുക്കുട്ടിയുടെയും പാറക്കുട്ടിയുടെയും ഒക്കെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മുക്കുട്ടിക്കുള്ള ഡ്രസ്സ് ഇങ്ങനെ നോക്കി എടുക്കാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ഡ്രസ്സ് കണ്ടില്ല, ആ ഒരു ബ്ലൂ ആൻഡ് സിൽവർ കോമ്പിനേഷൻ, അത് നമ്മുടെ അമ്മുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അമ്മുക്കുട്ടി പറഞ്ഞു അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേ അത് മതിയെന്ന്. അപ്പൊ അതിന്റെ തന്നെ ഈ ഒരു പിങ്ക് ആൻഡ് സിൽവർ കോമ്പിനേഷനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടും ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് അമ്മുക്കുട്ടിക്ക് ഏതാണോ മാച്ച് ആവുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മുക്കുട്ടി രണ്ടും എടുത്തിട്ടുണ്ട്. അമ്മുക്കുട്ടിക്ക് അവിടുത്തെ കുറേ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പാറക്കുട്ടിയുടെ ബർത്ത്ഡേ നെക്സ്റ്റ് മന്ത്, അതായത് August 23 വരുന്നുണ്ട്. അപ്പൊ ഞാൻ പാറക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, അടുത്ത മാസം എന്തായാലും ബർത്ത്ഡേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പാറക്കുട്ടി കുറേ ഡ്രസ്സൊക്കെ തപ്പിയെങ്കിലും അമ്മുക്കുട്ടിയുടെ ഈ ഡ്രസ്സ് പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും പാറക്കുട്ടി അതൊന്നും എടുത്തില്ല കേട്ടോ. പാറക്കുട്ടിക്ക് ഈ കാണുന്ന ഒരു കോട്ടില്ലേ, ഓവർകോട്ട്, അത് പാറക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എടുത്തോട്ടേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഗൈസ്, അടിപൊളി ഓഫർ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാറക്കുട്ടിക്ക് ജാക്കറ്റുകളോട് ഭയങ്കര ക്രേസ് ആണ്. അങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. ഇപ്പം ഇട്ട് നോക്കി അത് കുറച്ച് ചെറുതായിട്ടോ പാറക്കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സൈസ് നമ്മൾ പാറക്കുട്ടിക്ക് എടുത്തിട്ടുണ്ട്. ഇതേ സെയിം തന്നെ അമ്മുക്കുട്ടിക്ക് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് എന്തോ അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് അതെടുത്തില്ല, പാറക്കുട്ടിക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് പാറക്കുട്ടിയുടെ ഈ ഒരു ബ്ലാക്ക് ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, അമ്മുക്കുട്ടി ഇട്ട് നോക്കുന്നുണ്ട്. അമ്മുക്കുട്ടി ആ ഒരു റെഡ് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അമ്മുക്കുട്ടിക്ക് അത് കംഫർട്ടബിൾ അല്ലാതെ തോന്നിയത്. സ്ലീവ്ലെസ്സിൻ്റെ കൂടെ ഒക്കെ ഇടുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. മറ്റേത് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നും. പക്ഷെ അമ്മുക്കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടൊന്നും അമ്മുക്കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഇനി അടുത്ത കുറേ ഡ്രസ്സുകളുണ്ട്. കുറേ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷീമാട്ടിയിൽ. അങ്ങനെ അമ്മുക്കുട്ടി വാ അമ്മേ ഇട്ട് നോക്കാം ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ആദ്യമേ തന്നെ ഈ ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ട് നോക്കി കേട്ടോ. ഇതിട്ട് നോക്കിയപ്പോഴത്തേക്കിനും എനിക്കും സന്ദീപേട്ടനും അമ്മുക്കുട്ടിക്കും പാറക്കുട്ടിക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അമ്മുക്കുട്ടിക്ക് പിന്നെ ഇത് അമ്മുക്കുട്ടി ആദ്യമേ അങ്ങ് ഫിക്സ് ചെയ്തു കേട്ടോ. ഇത് മതി, എനിക്കിത് മാത്രം മതി ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മുക്കുട്ടി ഇത് തന്നെ സെറ്റ് ചെയ്തു. അത്രയൊക്കെ ഫിക്സ് ചെയ്തെങ്കിലും അമ്മുക്കുട്ടിക്ക് വേറെ കുറേ ഡ്രസ്സുകളൊക്കെ നോക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഉണ്ടോ, നല്ല
വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. അങ്ങനത്തെ അതിൻ്റെ ഈ ഒരു ബ്ലൂവും കൂടെ ഇട്ടുകൊണ്ട് വന്നു. എനിക്ക് പക്ഷേ പിങ്കാണ് ഇഷ്ടപ്പെട്ടത്. അതങ്ങനെ ഇട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത സബ്സ്ക്രൈബർ വന്നു. ഇത് ചിന്മയക്കുട്ടിയാണ് കേട്ടോ. ഇതാരാന്നറിയാമോ? നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ഓടി വന്നു. അങ്ങനെ അവർ സെൽഫിയൊക്കെ എടുത്തു. അവർ സെൽഫി എടുക്കുന്ന വീഡിയോയും ഞാൻ എടുത്തു, പിന്നെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി ഈ കുട്ടികളെ കാണാൻ പറ്റിയതിൽ. അങ്ങനെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അമ്മുക്കുട്ടിക്ക് ഞങ്ങൾ വേറെ 2-3 ഡ്രസ്സും കൂടെ സെലക്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ കളറും ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടപ്പോൾ അമ്മുക്കുട്ടിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇത് ആക്ച്വലി അമ്മുക്കുട്ടിയുടെ കറക്റ്റ് സൈസാണ് കേട്ടോ. ഫിറ്റാണ്. ഒരു ചിലപ്പോൾ 2-3 മാസം കൂടെ കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വലിയ സൈസ് ഉണ്ടോ എന്ന് നോക്കാൻ പോയി. അതിൻ്റെ വലിയ സൈസ് നോക്കാൻ പോയപ്പോഴത്തേക്കിനും ഈ കളർ ഇല്ലായിരുന്നു കേട്ടോ. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അമ്മുക്കുട്ടിക്കും ഈ കളർ ഇഷ്ടപ്പെട്ടു. ഈ ഒരു മോഡൽ അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മുക്കുട്ടിക്ക് ഈ ഫ്രോക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ക്രേസാണ്. പാർക്കുട്ടിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. പാർക്കുട്ടിക്ക് ഫ്രോക്ക് ഇഷ്ടമേ അല്ല. പാർക്കുട്ടിയുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രോക്ക് ഇടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനും ഈ ഒരു ഗ്രീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞെന്നറിയാവോ? എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന്. അങ്ങനെ എനിക്ക് പക്ഷെ മറ്റേ ആ ഒരു ഗ്രീനോട് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തായാലും ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും അമ്മുക്കുട്ടിക്ക് എടുത്തു. ആ ഒരു പച്ചയില്ലേ, അത് രണ്ടാമത് കണ്ട പച്ച. പിന്നെ അമ്മുക്കുട്ടിക്ക് സാരി ഉടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സൈസേ, ഈ ഒരു കളറിൽ ഈ ഒരു സൈസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും എവിടെയോ എന്തോ പ്രശ്നം പോലെ കേട്ടോ. അതിൻ്റെ അവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അത് കംപ്ലൈൻറ്റോ മറ്റോ ആയിരുന്നു കേട്ടോ. അവരത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇല്ലേ, അത് ഒരു സാരിയുടെ ഒരു ലുക്കിൽ അങ്ങനെ കിടക്കുന്നില്ലായിരുന്നു കേട്ടോ. അത് കുറച്ച് ലൂസായ പോലെ, വലുതായ പോലെയൊക്കെ. എനിക്ക് തോന്നി ഇനി അമ്മുക്കുട്ടിയുടെ ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. അമ്മുക്കുട്ടിക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പാകം ആയിരുന്നെങ്കിൽ അത് എടുക്കാമായിരുന്നു. പക്ഷെ എന്തോ ഒരു സംതിങ്, എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെ തോന്നി അതിന് കേട്ടോ. അത് കാരണം ആ ഒരു ഡ്രസ്സ് എടുത്തില്ലേ. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയാട്ടോ. ഇതിൻ്റെ കളറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മുക്കുട്ടിക്ക് പക്ഷേ ഈ ഒരു ഡ്രസ്സ് അത്ര കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഈ അമ്മുക്കുട്ടി ഇട്ടിരിക്കുന്ന ഈ ഒരു പാൻറ്റില്ലേ, ഇത് അമ്മുക്കുട്ടിക്ക് ചുമ്മാ ക്യാഷ്വൽ വെയർ ആയിട്ട് ഇടാനായിട്ട് മേടിച്ചതാണ് കേട്ടോ. ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ചേരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എടുത്താണ് കേട്ടോ. അത് ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും പാകമായിരുന്നു. അങ്ങനെ പാർക്കുട്ടിക്ക് 2-3 ഡ്രസ്സൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. ബില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ മാത്രം ഷോപ്പിംഗ് വ്ലോഗാണ്. നമ്മൾ ഇതിനു മുമ്പ് സ്റ്റുഡിയോയിൽ പോയായിരുന്നു, പിന്നെ ചെരുപ്പിൻ്റെ ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാൻ കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ആ ഒരു പിങ്ക് ഡ്രസ്സാണ് എടുത്തത്, പാർക്കുട്ടിയുടെ ബ്ലാക്ക്. പിന്നെ പാർക്കുട്ടിക്ക് കുറച്ച് ഷോർട്ട്സ് എടുത്തു, അമ്മുക്കുട്ടിക്ക് ഒരു ഫ്രോക്ക് എടുത്തു. പാർക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ട് പാർക്കുട്ടി എടുത്തില്ല കേട്ടോ. പാർക്കുട്ടി കുറച്ച് സെലക്റ്റീവാണ്. ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പാർക്കുട്ടിയുടെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് കിട്ടാനായിട്ട്. കുറേ കടയിൽ കയറിയാലേ പാർക്കുട്ടിയുടെ ഇഷ്ടത്തിനുള്ള കിട്ടത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഇനി നമ്മുടെ പാർക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ കേട്ടോ. വലിയ കാര്യമായിട്ട് ഉള്ള വീഡിയോസൊന്നും ഇല്ല, ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ അതും ചെയ്യാം. നമ്മൾ പകൽ വന്നാണ്, തിരിച്ചു പോയപ്പോഴത്തേക്കിനും സന്ധ്യയായി കേട്ടോ. അപ്പോഴത്തേക്കിനും കുട്ടികൾക്ക് 2 പേർക്കും നല്ല വിശക്കാൻ തുടങ്ങിയിരുന്നു. വിശക്കുന്നേ നമുക്ക് വീട്ടിൽ പോകാം, അയ്യോ സോറി വീട്ടിൽ പോകാനല്ല, KFC പോകാമേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ KFCയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.